നിന്നിട്ട് കൊള്ളക്കാരന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു, ഞാൻ നിന്നു, നീ എപ്പോഴാ നിൽക്കുക? നീ എപ്പോഴാ നിൽക്കാന്ന് വെച്ചാൽ നിന്റെ ഈ ക്രൂരത എപ്പോഴാ നിർത്തിയ? ഉപദേശിക്കുമ്പോഴാ നന്നാവുക, പ്രസംഗിക്കുമ്പോഴാ നന്നാവുക, പാട്ട് കേട്ട മനുഷ്യൻ നന്നാവൂല. യേശുദാസ് കേട്ടോ? നിങ്ങൾ യേശുദാസ് പറഞ്ഞത് കേട്ടോ? യേശുദാസ് പറയാൻ, എനിക്ക് മടുത്തു, എന്റെ സംഗീത ജീവിതം മടുത്തു, എന്റെ സംഗീതം എനിക്ക് ഒന്നും നൽകിയില്ല. യേശുദാസ് പറയാൻ, കണ്ണുണ്ടായിട്ട് അന്ധനെ പോലെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാൻ അതുകൊണ്ട് എന്റെ ഭാര്യ എന്നോട് പിണങ്ങരുത്, എന്റെ മക്കൾ എന്നോട് പിണങ്ങരുത്, ഞാൻ വാനപ്രസ്ഥത്തിന് പോവുക എന്ന് പറഞ്ഞാൽ ജീവിതം ഇതുകൊണ്ടൊന്നുമല്ല, ഈ സംഗീതം കൊണ്ടൊന്നും ലോകം നന്നാവില്ല. മനുഷ്യനെ ഉപദേശിക്കുക. നിങ്ങളൊക്കെ, ഞാൻ ഈ ഗ്രൗണ്ടിൽ കയറുമ്പോ ഈ ഗ്രൗണ്ടിൽ ആരുമില്ല, ഇതിന്റെ സംഘാടകർ 4 ആളും ഇവിടെ റെക്കോർഡ് ചെയ്യും. ഇപ്പൊ കണ്ടോ, ഈ നിങ്ങളൊക്കെ നിന്നത് എന്തുകൊണ്ടാ? എന്റെ പ്രസംഗത്തിൽ പറയുന്ന കാര്യം കേൾക്കാൻ മാത്രം അനുഭൂതിയുള്ളതാണ്, ചിന്തിക്കാൻ പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇരുന്നു അല്ലേ? അല്ലാത്ത എവിടെയെങ്കിലും നിങ്ങൾ പോയി ഇരുന്നോ? ഇരുന്നോ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, ഒരു സോളംബിളി റിക്വസ്റ്റ്. ദൈവം ഒരിക്കലും തിന്മ ഇഷ്ടപ്പെടില്ലല്ലോ. ദൈവത്തിന്റെ അടിമകളാവുക എന്നുള്ളതല്ലേ പ്രധാനം. അതുകൊണ്ട് ആരാണ് അച്ഛൻ എന്ന് മക്കളെ പഠിപ്പിക്കണം, ആരാണ് അമ്മ മക്കളെ പഠിപ്പിക്കണം, ആരാണ് അന്യമതക്കാർ പഠിപ്പിക്കണം. നമുക്ക് RSSും BJPയും NDFും പോപ്പുലർ ഫ്രണ്ടും സിമിയും അതുപോലെ തന്നെ ISSും IPS ഇങ്ങനെ കുറെ ഉണ്ടായി. തമ്മിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് കച്ചറുണ്ടാക്കി, ഇങ്ങോട്ട് അടിച്ച്, അങ്ങോട്ട് തല്ലി, അങ്ങനെ കഴിഞ്ഞുകൊണ്ട ജീവിതമല്ല നമ്മുടേത്. മറിച്ച് പരസ്പരം സ്നേഹിച്ചും തിരുത്തിയും സ്നേഹത്തോടെ അതിനാണ് വിജയം. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തുക, അതാണ് നന്മ, അതാണ് മതം പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയാലോ, മുഹമ്മദ് നബിയെ ഷൈബ് അബി താലിബ് മലയിൽ 3 കൊല്ലം പീഡിപ്പിച്ച് ശത്രുക്കൾ ഭക്ഷണം പോലും കൊടുത്തില്ല. പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞു. എന്നിട്ടോ ആ ആളുകൾ പട്ടിണി കിടക്കുന്നു എന്ന് പിന്നീട് പ്രവാചകൻ അറിഞ്ഞു. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ, ഈ നബിയെ ഏറെ പീഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചവർക്ക് എല്ലാ ഭക്ഷണ വിഭവവും എത്തിച്ചു കൊടുത്തു പ്രവാചകൻ. അതാണ് വിട്ടുവീഴ്ച. അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ചേ, ശത്രുതയും ദേഷ്യവും നമുക്ക് എന്തെങ്കിലും തന്നു? പൂനാടും മാറാടും കലാപം തമ്മിൽ മനസ്സകന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു നേട്ടം അമ്മമാരെ, അച്ഛന്മാരെ, സഹോദരന്മാരെ, സഹോദരങ്ങളെ, മുസ്ലിം സുഹൃത്തുക്കളെ, എന്റെ പ്രസംഗം ഈ സദസ്സിൽ കേൾക്കുന്ന വ്യത്യസ്ത മതത്തിലുള്ളവരെ ഉണ്ടായോ? കണ്ണൂരൊക്കെ നോക്ക് നിങ്ങൾ, എന്നും ബോംബ് പൊട്ടുകയാണ്. നാദാപുരവും കല്ലാച്ചിയും കക്കട്ടും പാനൂരും തളിപ്പറമ്പും അതിനപ്പുറത്ത് കാസർഗോഡും എല്ലാം മതിയെടുക്കുകയും ഒക്കെ. എന്താ നേടിയത്? അമ്മമാരുടെ ദീനരോധനം അല്ലേ? ഏതൊരു മകൻ മരിച്ചാലും അമ്മയുടെ മനസ്സ് നോവില്ലേ? ഏതൊരു അച്ഛൻ മരിച്ചാലും മക്കളെ കരയില്ലേ? ആ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഗുജറാത്തിലും ബോംബെയിലും ഭീവണ്ടിയിലും മൊറാദാബാദിലും ജാംഷഡ്പൂരിലും നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇറാഖിലും പലസ്തീനിലും ചെച്ചനയിലും കോസറോവയിലും ലബനാനിലും ആ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്നിട്ട് നമ്മൾ മതം പറഞ്ഞ് യഥാർത്ഥ ജീവിതം തള്ളിവിട്ട് എന്തിന് ജീവിക്കുന്നു എന്ന് ഒരു വേള ആലോചിക്കണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നോക്കാനാ. അതുകൊണ്ട് നല്ല പ്രവർത്തനം ചെയ്യുക, ഇങ്ങനെ ചിന്തിക്കുക. ഇന്നു മുതൽ ഞാൻ ദൈവത്തെ മാത്രം ആരാധിക്കും, നല്ല മൂല്യങ്ങൾ മാത്രം ഉൾക്കൊള്ളും, വേദഗ്രന്ഥങ്ങൾ ശരിക്കും പഠിക്കും, മനുഷ്യരെ തമ്മിൽ മനസ്സിലാക്കും. എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഒരാളെയും ഉപദ്രവിക്കില്ല. തന്നാൽ കരേറേണ്ടവരെത്ര പേരോ തായത്ത് പായ്ച്ചേറിലാണിടുമ്പോൾ താൻ മാത്രം ബ്രഹ്മമതം കൊതിക്കും, തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും മോചനം ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈ ക്ഷേത്രത്തിന്റെ പടിവാതികൾ കടന്നു വരുമ്പോ, ഈ ക്ഷേത്രത്തിന്റെ കവാടം കടന്നു വരുമ്പോ എന്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, പരമകാരുണിക, ലോകത്തിന്റെ സൃഷ്ടാവേ, നിന്റെ അടിമകൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് നീ കരുത്ത് തരണം, എനിക്ക് നീ ശക്തി തരണം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ അവസരമുണ്ടാകണം. നമ്മൾ കപടന്മാരായി പോകരുത്, കാപട്യമുണ്ടാകരുത്. മതസൗഹാർദ്ദ സമ്മേളനത്തിൽ കാപട്യം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കും. അതുകൊണ്ട് ലോകം നന്നാവില്ല. പച്ചയായ ഹൃദയം തുറന്നു വെക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാപട്യമില്ലാതെ തുറന്നു വെച്ചു. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം. 3 പോയിന്റ് ഞാൻ പ്രധാനമായി പറഞ്ഞു. 1, ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നത്. 2, ആ ദൈവത്തിന്റെ ദൃഷ്ടാന്തം ഏതെന്ന് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുക എന്നത്. അത് ഇസ്ലാമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ല, അത് ഹിന്ദുമതമാണ് എങ്കിൽ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തരണം, നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം, നിങ്ങൾ ഞങ്ങളോട് പറയണം. കാരണം നിങ്ങൾക്ക് മാത്രം മോക്ഷം എന്നതുണ്ടാവാൻ പാടില്ല. ഒരു ഔഷധം കണ്ടെത്തിയാൽ, സൗദി അറേബ്യ ക്യാൻസറിന് ഒരു കൃത്യമായ മരുന്ന് കണ്ടെത്തിയാൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്നവൻ വർഗീയവാദിയാണ്. ഇസ്ലാം മാത്രമാണ് മോക്ഷത്തിന്റെ മതമെങ്കിൽ
അത് ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് ഞാൻ വിചാരിക്കാൻ പാടില്ല. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. വർഗീയവാദിയാകാതെ നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തള്ളിക്കളയാം. അടിച്ചേൽപ്പിക്കലില്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് മാത്രമായി ഞാൻ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർക്കും നാടിനും രാജ്യത്തിനും ഭരണാധികാരികൾക്കും മതനേതാക്കന്മാർക്കും നമ്മളിൽ പ്രതീക്ഷയുണ്ട്. കള്ളുകുടിച്ചും വ്യഭിചരിച്ചും തോന്നിയാസം കളിച്ചും ബൈക്കിൽ പോയും അതല്ല ജീവിതം. ഒരുപാട് തൊട്ടയൽപ്പക്കത്ത് പട്ടിണി കിടക്കുന്നവരുണ്ടോ? അച്ഛനും അമ്മക്ക് ഞാൻ ആശ്രയമാണോ? ഇടക്കൊക്കെ ചോദിക്കണം. ഞാൻ എന്റെ ഉമ്മയോട് ചോദിക്കും, ഉമ്മ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉമ്മാക്ക് വിഷമമുണ്ടായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പൊറുക്കണേ. അറിയാതെ പറ്റിപ്പോയതുണ്ടെങ്കിൽ പൊറുക്കണേ. ഞാൻ എന്റെ പിതാവ് എന്നോട് പറയും, മോനെ നിനക്ക് പേരിട്ടു ഞാൻ മുജാഹിദ് എന്ന്. മുജാഹിദ് എന്ന പദത്തിന്റെ അർത്ഥം ധർമ്മസമരം ചെയ്യുന്നുവെന്നാണ്. മോനെ, ആ വാക്ക് പിതാവിന്റെ പ്രതീക്ഷ, അത് നീ കാത്തുരക്ഷിച്ചു. അതുകൊണ്ട് മോനെ ശ്രദ്ധിക്കണേ. ഇന്ന് പോലും എന്റെ വാപ്പ പറഞ്ഞു, മോനെ ക്ഷേത്രത്തിലാണ്, ശ്രദ്ധിക്കണേ എന്ന്. സ്നേഹമാണ് അല്ലെ? സ്നേഹമാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. സ്നേഹിക്കാൻ പഠിക്കുക. കുറി നോക്കി, തുണി നോക്കി, ഗോത്രം നോക്കി, വർഗം നോക്കി മനുഷ്യനെ വേർതിരിക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കുക. ഏത് മതങ്ങളിലും നിങ്ങൾ വിശ്വസിച്ചോളൂ, പക്ഷെ മനുഷ്യരായി ജീവിക്കാൻ, തമ്മ തിരിച്ചറിയാൻ, ഒരിക്കലും കൊല്ലില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാൻ, ഒരിക്കലും വെറുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാൻ, സ്നേഹവും ആർദ്രതയും അലിവും മനകമ്പയും സഹാനുഭൂതിയുമായിരിക്കും എന്റെ ജീവിതം എന്ന് പറയാൻ, ഒരമ്മയെ കരയിപ്പിക്കാതിരിക്കാൻ, ഒരു പെണ്ണിന്റെ കണ്ണുനീരും ഭൂമിയിൽ വീഴാതിരിക്കാൻ, ഒരു പിഞ്ചു പൈതലിന്റെ കരച്ചിലും ലോകത്ത് കേൾക്കാതിരിക്കാൻ. അതെ, മക്കളെ കുറിച്ച് ഓർത്ത് കരയരുത്. ആ കാബാലികന്മാർ എന്റെ മോനെ കൊന്നു എന്നൊരാളെ പറ്റി, മുസ്ലിങ്ങളെ പറ്റി ഹിന്ദുക്കളെ പറ്റി മുസ്ലിങ്ങളും ഇനി പറയരുത്. ഈ പ്രസംഗം സുഖിപ്പിക്കാനുള്ളതല്ല, ഈ പ്രസംഗം ചിന്തിക്കാനുള്ളതാണ്. അവസാനിപ്പിച്ചോട്ടെ. നിങ്ങൾ എനിക്ക് തന്ന സമയം വളരെ വിലപ്പെട്ടതാണ്. ദീർഘമായ മനുഷ്യ ജീവിതത്തിൽ അമൂല്യമായ ഒന്നാണ് ഈ വിലപ്പെട്ട സമയം. ഈ സമയത്തെക്കുറിച്ച് ഈശ്വരൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും, നീ പഠിപ്പിച്ച മൂല്യം അത് ധൈര്യസമേതം ഞാൻ പറഞ്ഞു ഈശ്വര, പറഞ്ഞു അല്ലാഹുവേ എന്നെനിക്ക് എന്റെ റബ്ബിനോട് പറയാം. അതുകൊണ്ട് റബ്ബന തഖബ്ബൽ മിന്നാ, ദൈവമേ നീ ഈ പ്രസംഗം സ്വീകരിക്കണമേ, ദൈവമേ ഈ മനുഷ്യർക്ക് ഇതൊരു വെളിച്ചമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവിടെ ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും. ക്ഷേത്രം നിശ്ചയിച്ച പലതും, അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒന്നോർക്കുക, മരണം മനുഷ്യനെ പിടികൂടിയാൽ വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ഏത് ഭൂമി നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാനാവില്ല. ഇന്ന് ഞാൻ ട്രെയിനിലേക്ക് എത്തുമോ, എന്റെ ജുബ്ബയുടെ ബട്ടൺ ഞാൻ അയക്കുമോ, എന്നെ എന്റെ കൂട്ടുകാർ ഇവിടുന്ന് കൊണ്ടുപോകുമോ, എനിക്ക് പറയാൻ കഴിയില്ല. ഒരു അറ്റാക്ക് വന്നാൽ അവസാനിക്കാവുന്ന ജീവിതം, അതിനിടയിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. യൗവനം പാഴായി പോകരുത്. അഭിമാനിക്കാൻ കഴിയണം മരിക്കുമ്പോ, എന്റെ യൗവനം ഫലപ്രദമായിരുന്നു എന്ന് എനിക്ക് അഭിമാനിക്കാൻ കഴിയണം, നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയണം. ആരുടെ മുമ്പിലും ചട്ടുകങ്ങളായി പോകരുത്. ബുദ്ധി ഒരാളുടെ മുമ്പിലും പണയപ്പെടുത്തരുത്. പാരമ്പര്യ വിശ്വാസത്തിൽ അപാകതകൾ അത് മാത്രമാണ് മതം എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. മതഗ്രന്ഥങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള വിശാലമായ മനസ്സ് അത് നിങ്ങൾക്കുണ്ടാവണം. എന്നെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് നിങ്ങൾ എത്ര അനുഗ്രഹീതർ, നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്ന്